നമ്മളിപ്പം ഗുവാഹത്തിയിൽ നിന്ന് കസിരംഗ നാഷണൽ പാർക്കിന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. നമ്മൾ നിർത്തിയൊരു ഹോട്ടൽ കണ്ടോ, ഫുള്ളൊരു ട്രഡീഷണൽ രീതിയിലുള്ള സെറ്റപ്പാണ്. ഓരോരുത്തർക്ക് ഇരിക്കാനുള്ള ഒരു പ്രത്യേക സെപ്പറേറ്റ് ഹട്ട് പോലെ ഉണ്ടാക്കിയേക്കുവാണ്. എല്ലാം നല്ല പുല്ലൊക്കെ മേഞ്ഞ് നല്ല സെറ്റപ്പായിട്ട് ഉണ്ടാക്കിയേക്കുവാണോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പോർക്ക് ഫ്രൈ എത്തി കേട്ടോ. ചിക്കൻ ബിരിയാണി. പക്ഷെ നമ്മുടെ പ്രസന്റേഷൻ അടിപൊളിയാല്ലേ. ഇവിടുത്തെ ഒരു ഓതന്റിക് ഒന്നല്ല. ഇപ്പൊ ഉണ്ടാക്കിയ ബിരിയാണി അടക്കം ഓതന്റിക് ആണ്. ഇങ്ങനെ ട്രാവലിൽ കഴിച്ചിട്ട് പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. കർണാടക ട്രിപ്പിന്റെ അവസാനത്തെ ദിവസം വൈഫ് പറഞ്ഞ് നമ്മൾ എത്ര ദിവസം വെച്ചിട്ടാണ് ഇത് കഴിക്കുക. ആദ്യം റൊട്ടിയും അവിടുത്തെ ഒതന്റിക്ക് പറഞ്ഞിട്ട് എന്തോ നമുക്ക് അറിയാത്ത സാധനങ്ങൾ കഴിക്കല്ലേ. അങ്ങനെ ഒരു ദിവസം പോയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചതാണ്. കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. എൻ്റെ വീട്ടിലെത്തിയാൽ മതി എന്നുള്ള കണ്ടീഷൻ. നമ്മൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കണ്ട ഒരു കടയാട്ടോ. ഫുള്ള് ചൂരൽ കൊണ്ടുണ്ടാക്കുന്ന ഐറ്റംസുകൾ. ചൂരൽ കൊട്ടയും അതേപോലെ ചൂരൽ സഞ്ചിയും പിന്നെ ഫാൻസി ബാഗ്, അങ്ങനത്തെ ചൂരൽ കൊണ്ടുള്ള ബാഗുകൾ, ലേഡീസിൻ്റെ ബാഗ്, സെറ്റി, കൊട്ട, അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? വന്നപ്പോൾ നല്ല രസം തോന്നി, അതുകൊണ്ട് വണ്ടി നിർത്തിയതാട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കരിക്കും വിൽക്കുന്നുണ്ട്. കരിക്കും കുടിച്ചു. ചൂരിൽ വെച്ചേക്കുന്ന കടയായ പോലും ഉണ്ടാക്കിയേക്കുന്നതും ബാമ്പും ഒക്കെ വെച്ചിട്ടാണ്. നിലവും സൈഡും മേളും ഫുൾ ഐറ്റംസ് ബാമ്പും ഒക്കെ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. കൊള്ളാല്ലേ? സുജിത്തേട്ടനാണ് ഈ പർച്ചേസൊക്കെ നടത്തി. ഒരു തൊപ്പിയും ഒരു ബാഗും. എത്രയ്ക്കാന്നു? 350 ആക്കിയോ? ഗുഡ് മോർണിംഗ്. ആസാമിലെ കസിരംഗ നാഷണൽ പാർക്കിൻ്റെ അവിടെയാണ്. കസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് ടൈഗർ റിസർവ്. നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ എൻട്രി പോയിന്റ് കാണാൻ പറ്റും. ഇതാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ റേഞ്ചാണ്. വെസ്റ്റേൺ റേഞ്ച് ബഗോറി ഏരിയ ആണ്. ഈ കസിരംഗ നാഷണൽ പാർക്കാണെങ്കിൽ ഒത്തിരി പോയിന്റുകളുണ്ട്. വെസ്റ്റേൺ പോയിന്റ്, സെൻട്രൽ പോയിന്റ്, അങ്ങനെ 2-3 പോയിന്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെസ്റ്റേൺ റേഞ്ചിലാണ്. അപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് സഫാരിയും എലിഫൻറ്റ് സഫാരിയുമാണ് ഉള്ളത്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. കസിരംഗ നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിംഗിൾ ഹോൺ റൈനോസറസ് ഏറ്റവും കൂടുതലുള്ള ഒരു നാഷണൽ പാർക്കാണ്. സിംഗിൾ ഹോൺ റൈനോസറസ് ആണെങ്കിൽ സാധാരണ കാണുന്നത് ഏറ്റവും കൂടുതലുള്ളത് നേപ്പാള്, ഭൂട്ടാന്, പാകിസ്ഥാന്, പിന്നെയാണെങ്കിൽ ഇന്ത്യയിലെ ആസാം റേഞ്ചിലാണ് ഉള്ളത്. ഈ ഡേറ്റ് ഒന്നും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാതെ വന്ന് ഓൺലൈനായിട്ട് നേരത്തെ റിസർവ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ വരുവാണ് ചെയ്തത്. പിന്നാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 24 അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പം സീസൺ ടൈമാണ്. നമ്മളെന്തായാലും ഇവിടെ വന്നു. ഇനി വല്ലതും വേക്കൻസി കിട്ടുവാണെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എലിഫൻറ്റ് സഫാരി ആണെന്നുണ്ടെങ്കിൽ ബന്ദാണ്. എലിഫൻറ്റ് സഫാരി അവരിന്ന് ക്യാൻസൽ ചെയ്തേക്കുവാണ് സം ഇഷ്യൂ കൊണ്ട്. അപ്പം ജീപ്പ് സഫാരി മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം
ജീപ്പ് സഫാരിയിൽ എവിടെയെങ്കിലും 2 വേക്കൻസി കിട്ടുവാണെങ്കിൽ നമുക്കതിൽ കയറാം. അങ്ങനെ നമുക്ക് ഒരു ജീപ്പ് കിട്ടി കേട്ടോ. വേറൊരു ജീപ്പിലാണെന്നുണ്ടെങ്കിൽ 2 പേർക്കുള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ലക്കിയിൽ നമുക്ക് ജീപ്പ് കിട്ടി. പൊളിച്ചു. ഉണ്ടോ? അപ്പം നമ്മുടെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ജീപ്പുകളാണ് വന്ന് നിരന്ന് കിടക്കുന്നത് കേട്ടോ. പാർക്കിൻ്റെ എൻട്രി പോയിൻ്റ് അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. അതാണ് ജീപ്പ് സഫാരി ബുക്കിംഗ് സെൻറ്റർ. വീണ്ടും വീണ്ടും ജീപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്താ മഞ്ഞ്. വണ്ടി പാർക്കിൻ്റെ അകത്തേക്ക് കയറ്റി പാർക്കിംഗ് ഏരിയയുടെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഏരിയ കേട്ടോ. വണ്ടിയൊക്കെ എവിടെയാണ് പാർക്ക് ചെയ്യുക. ഇവിടെ വണ്ടി ഇട്ടിട്ട് വേണം ജീപ്പ് സഫാരിക്ക് പോകാൻ വേണ്ടി. ഇപ്പോൾ സമയം 6:35 ആയിരിക്കുകയാണ്. നല്ല കോടമഞ്ഞ് കയറി നിൽക്കുക കേട്ടോ. വെൽക്കം ടു കസിരംഗ. ജീപ്പുകളെല്ലാം വരി വരിയായി നിരന്ന് കിടക്കുന്നു. കോ പാർട്ട്നേഴ്സ് കിട്ടിയത് 2 മലയാളികളാട്ടോ. ഇവിടെ തന്നെ ആസാമിൽ ജോലി ചെയ്ത് പുള്ളിയുടെ മോള് നാട്ടിൽ നിന്ന് ഇവിടെ ആസാമിലോട്ട് വന്നതാണ്. കസിരംഗയൊക്കെ കാണിക്കുകയാണ്. എന്തായാലും നമുക്ക് കൃത്യം കിട്ടിയ നല്ല ആൾക്കാരെയാണ്. ഞങ്ങള് രാവിലെ വന്നപ്പോൾ ആന സഫാരി ഇന്ന് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവര് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തു. അതായത് ഇന്ന് റഷ് ഡേ ആണല്ലോ, 3 ദിവസം ലീവ് വരുന്നു. അപ്പോൾ ഓരോ ആന സഫാരിയുടെ കൂടെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ ഫ്രീ ആയിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നു അവരുടെ ഫാമിലിയിൽ. അപ്പം അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ അവർക്കത് നഷ്ടം പറ്റുമെന്ന് പറഞ്ഞിട്ട് അവർ സഡനായിട്ട് രാവിലെ തന്നെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആകെ ബുക്കിംഗ് ഒക്കെ പ്രശ്നമായി. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജീപ്പ് സഫാരിയാണ്. അപ്പോൾ അതിലോട്ട് എല്ലാവരും ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഒരു ബുക്കിങ്ങും ഇല്ലായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ഈ സ്പോട്ടിലേക്ക് ഒരു 5 മണിക്ക് 5:05 എത്തി. അപ്പോൾ ഞങ്ങളാണ് ആദ്യം ഇവിടെ വരുന്നത്. വെയിറ്റ് ചെയ്തു. എത്തുമ്പോൾ ആണെങ്കിൽ ആന എല്ലാം പോകുന്നു തിരിച്ച്. ഞങ്ങളോർത്ത് വേറെ പോയിന്റിലാണോ ഇനി സഫാരി എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഫുൾ ബന്ധാന്നുള്ളത് എലിഫന്റ് സഫാരി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജീപ്പ് സഫാരിക്ക് ഷെയറിങ് അങ്ങനെ തരില്ല കേട്ടാ ഇവര്. കാരണം അവര് ആളുകൾ ഇരിക്കുന്ന സീറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ജിപ്സിയാണ് സഫാരിക്ക് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഷെയർ ചെയ്യാറില്ല. അവർ പറഞ്ഞു ആരെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ. അപ്പൊ കഴിവതും വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക കേട്ടോ. പക്ഷെ റേറ്റ് കൂടുതലാണ്. ബുക്കിംഗ് ഓൺലൈൻ ബുക്കിങ്ങിന് കുറച്ച് റേറ്റ് കൂടുതലാന്ന് തോന്നുന്നു. ഓൺലൈൻ ബുക്കിംഗ് എടുത്തിട്ട് വരിക കേട്ടോ. വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എലിഫൻറ്റ് സഫാരിക്കൊക്കെ പോകുന്നവർ ഇതിൻ്റെ മേളിൽ കയറിയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഒരു ആനപ്പുറത്ത് നമുക്ക് 3 പേർക്കാട്ടോ പോകാൻ പറ്റുക. ഫ്രണ്ടിൽ പോണ ആനയുടെ മേളിലാണെങ്കിൽ 3 പേർക്ക് പോവാം. ബാക്കി ഇരിക്കുന്ന ആനയുടെ പുറത്താണെങ്കിൽ 2 പേർക്ക്. നമ്മളിങ്ങനെ ജീപ്പിൻ്റെ മേളിൽ കയറി നിൽക്കുവാണ്. പോകാൻ വേണ്ടി സെറ്റായി നിൽക്കുക. നമ്മുടെ വണ്ടിയുടെ ആൾ വന്നിട്ടില്ല. അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കും കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ ഇവരിവിടെ ഗവൺമെന്റിന്റെ എൻട്രി പാസിന് വേണ്ടി കാത്തുക്കണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ടിക്കറ്റ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സിയുടെ ഒരു കോസ്റ്റ്, പിന്നെ എൻട്രി ടിക്കറ്റിൻ്റെ ഒരു കോസ്റ്റ്. ഇത് പെർ ഹെഡ് ബേസിസിലാണ് ഇപ്പോൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ നമ്മളല്ലാതെ വരുമല്ലോ, ഐ മീൻ ഒരു ഫാമിലിയൊക്കെയാണ് വരുന്നതെങ്കിൽ അവർ 2 പേരും കൂടെ ഈ ജിപ്സി ബുക്ക് ചെയ്യും, പിന്നെ എൻട്രി പാസ്. അപ്പോൾ അവർക്ക് ടോട്ടലായിട്ടുള്ള പ്രൈസ് വരും. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 6 പേരാ. 1, 2, 3 7 പേർക്ക് ഇരിക്കാം. ഇങ്ങനെ ഇവിടെയും ടോട്ടൽ 7 പേർക്ക് ഇരിക്കാം. അപ്പോൾ 7 പേർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ഒരു ജിപ്സി ചെയ്യുന്നത്. അതിന്റെ എൻട്രി പാസ് ഓരോരുത്തർക്കും പെർ ഹെഡ് എൻട്രി പാസ് കൊണ്ട് പിന്നെ 2000 രൂപ. അതെ, ഒരു ജീപ്പിന്റെ റേറ്റ്. അപ്പം 6 പേരുണ്ടെങ്കിൽ 6 പേർക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 2000 രൂപ ഒറ്റ കോസ്റ്റ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ പാർക്കിൽ എൻട്രി ചെയ്യാനുള്ള ഫീസ് പെർ ഹെഡ് ആണ് വരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ ഫോഗ് ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അങ്ങോട്ടൊന്നും കാണാനേ പറ്റുന്നില്ല. ഫുള്ളിങ്ങനെ ഫോഗിങ്ങനെ ഇറങ്ങിയിട്ട് ഫുള്ളൊരു മൂടൽ മയമാണ്.
അപ്പം നമ്മളിപ്പോൾ കസിരംഗ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ ഒരു ജീപ്പ് സഫാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളിപ്പം ഫോഗ് കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ 1-2 റൈനോസിനെ ഇപ്പോൾ സ്പോട്ട് ചെയ്തു. ഒരു വലിയ സ്റ്റോർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡിന് വിലങ്ങി നിൽക്കുവാണ്. അവൻ അങ്ങനെ പറഞ്ഞു. നമ്മുടെ ഇവിടെയുള്ള കാട്ടുപോത്തിന് ഇത്രയും വലിയ കൊമ്പൊന്നുമില്ല കേട്ടോ. ചതുപ്പ് നിലത്തിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു പക്ക ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് പോകുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഈഗിളിനെയും വൈറ്റ് പെയിൻറ്റ് സ്റ്റോക്ക്, പിന്നെ റൈനോയ്, പിന്നെ കാട്ടുപോത്ത്, മാന്, അങ്ങനത്തെ സാധനങ്ങളെ കണ്ടു. പിന്നെ ചിലതൊക്കെ കുറേ അങ്ങ് അകലെയാണ്. അത് നമുക്ക് നമ്മുടെ ക്യാമറയിൽ കവറാവൂല. നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത് ബ്ലാക്ക് നെക്ഡ് സ്റ്റോർ കേട്ടോ. അതിൻ്റെ പുറകിലാണെങ്കിൽ നമ്മുടെ സാധാ കൊക്കിനെയൊക്കെ കാണാം. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ റൈനോ ഇപ്പോൾ കാണാം. ഒറ്റക്കൊമ്പൻ റൈനോ. നമുക്കവിടെ സാമ്പാർ ഡിയറിനെ കാണാൻ പറ്റും. വണ്ടി എല്ലാം കൊണ്ടുവന്ന് നിർത്തിയിട്ടൊക്കെ കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അസൽ നാടൻ കോഴിയെ പോലെ തന്നെ. നമുക്ക് അങ്ങ് ദൂരെ അവിടെ ഒരു റൈനോ കാണാം. ഓർണമാണെങ്കിൽ വെള്ളത്തിനകത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. റൈനോയുടെ മേളിലൊക്കെ ആണെങ്കിൽ കുറേ കൊക്കുകളൊക്കെ കാണാം. അവിടെ സാമ്പാർ ഡിയർ ഉണ്ട്. ആനയും കുഞ്ഞും.
നമ്മുടെ നേരെ കൊണ്ടേ കാണുന്ന പെലിക്കൻ കേട്ടോ. ഈ കാണുന്ന എല്ലാം കുരങ്ങന്മാരാട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു റൈനോയും ഒരു ചെറിയൊരു റൈനോയും കാണാൻ പറ്റും കേട്ടോ. ഇപ്പുറത്തോടെയൊക്കെ ആണെങ്കിൽ ഡിയറൊക്കെ പോണത് കാണാം. ഇത് കാട്ടുപോത്തിൻ്റെ തലയോട്ടിയാട്ടോ. ഇത് റൈനോടെ പല്ല കണ്ടോ. ഇത് ഇവിടുത്തെ ഒരു വാച്ച് ടവർ ആട്ടോ. സഫാരിയുടെ അവസാനം ആറായിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാം ലേക്കിൻ്റെ. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ നീർനായാണെങ്കിൽ എല്ലാം നിരന്നിങ്ങനെ നീന്തി പോവാട്ടോ. നല്ല രസം കാണാൻ. ജീപ്പുകളെല്ലാം വന്ന് വാച്ച് ടവറിനടുത്ത് നിർത്തിയിട്ടിരിക്കണം. കസിരംഗ നാഷണൽ പാർക്ക് ഒരു കിടുക്കൻ സ്ഥലമാട്ടോ. ആസാമൊക്കെ വരുമ്പം ഒരു കാരണവശാലും കസിരംഗ നാഷണൽ പാർക്കിലെ സഫാരി ഒഴിവാക്കല്ലോ കേട്ടോ. സൈബീരിയിൽ നിന്ന് വന്ന ഗൂസാട്ടോ. കണ്ടുകഴിഞ്ഞാൽ താറാനെപ്പോലെ തന്നെ ഇരിക്കും. സഫാരി കഴിഞ്ഞ് തിരിച്ചെത്തിയ അവസ്ഥ കണ്ടോ. മേത്തൊക്കെ ഫുള്ള് നല്ല പൊടിയായി. സഫാരിക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും ഒരു മാസ്ക് കൊണ്ടുപോകാട്ടോ. അതായത് വണ്ടിയെല്ലാം പോയി കഴിയുമ്പോൾ നല്ല ഡസ്റ്റാണ് പറക്കുക. ഇപ്പം സമയം 9:15. സഫാരി ഡ്യൂറേഷൻ ആണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ മിച്ചമാണ് ഡ്യൂറേഷൻ വരുന്നത്. പുറത്തുനിന്ന് വന്നപ്പോൾ ക്രിക്കറ്റ് പോകാട്ടോ.